ഇനിയും ഈ വഴിയെ 12. കാലത്ത് ജിനൻ പത്രം വായിച്ച് വരാന്തയിലിരിക്കുമ്പോഴാണ് ആമ്പൽ കുളിച്ചൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. ഒരുങ്ങിയിറങ്ങി വന്ന അവളെ കണ്ട് അയാൾ ചോദിച്ചു, കാലത്തെ ഇതെവിടെ പോകുന്നു? ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം അച്ഛാ. ഒറ്റയ്ക്കാണോ? അല്ല, നിശ്ചയവുമുണ്ട്. ശരി, പോയിട്ട് വാ. അനുവാദം കൊടുത്തിട്ട് ജിനൻ വീണ്ടും പത്രത്തിലേക്ക് മുഖം താഴ്ത്തി. സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഇറക്കിയപ്പോൾ അവൾ വെറുതെയൊന്ന് മഹിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. തലേ ദിവസത്തെ കൊട്ടും പാട്ടും കഴിഞ്ഞ് വൈകി കിടന്നതുകൊണ്ട് ആരും എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നു. വണ്ടി മുന്നോട്ട് പോകുന്നതിനിടയിൽ അവൾ ചിന്തിച്ചു. നിഷയുടെ വീടിന് മുന്നിൽ ചെന്ന് നിർത്തി ഒന്ന് ഹോൺ അടിച്ചപ്പോഴേക്കും അവൾ ഇറങ്ങി വന്നു. അവളെ കണ്ട് ആമ്പൽ ചിരിച്ചെങ്കിലും അവളുടെ മുഖം കണ്ട നിഷയ്ക്ക് മനസ്സിലായി അവൾ അനുഭവിക്കുന്ന സംഘർഷം. രണ്ടുപേരും കൂടി നേരെ പോയത് തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. കാലത്തെയുള്ള തണുത്ത പാലക്കടൻ കാറ്റിൻ്റെ തലോടലേറ്റ് നടയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നീറിപ്പിടഞ്ഞുകൊണ്ടിരുന്ന മനസ്സിനുള്ളിൽ മഞ്ഞുകണം വീണതുപോലൊരു സമാധാനം അവൾക്ക് അനുഭവപ്പെട്ടു. നടയ്ക്ക് മുന്നിൽ നിന്നും പോരാതെ നിന്നവളെയും നോക്കി ആദ്യം പുറത്തേക്കിറങ്ങിയ നിഷ അമ്പലത്തിന് പുറത്തെ ആൽമരച്ചുവട്ടിൽ കാത്തുനിന്നു. അല്പനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്പലത്തിൽ നിന്നുമിറങ്ങി തനിക്കു നേരെ നടന്നു വരുന്നവളെയും നോക്കി നിഷ ആൽമരത്തിനു ചുറ്റും കെട്ടിയിരുന്ന ആ തറയിലേക്ക് കയറിയിരുന്നു. എന്താടാ പ്രശ്നം? നീ ആകെ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ, അവൾ അടുത്തെത്തിയ ഉടനെ നിഷ ചോദിച്ചു. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. എന്തു വേണമെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല നിച്ചു. അവളും ആൽത്തറയിൽ നിഷയുടെ അടുത്തേക്ക് കയറിയിരുന്നു. കല്യാണത്തെക്കുറിച്ചാണോ? നിഷ ചോദിച്ചു. അതെ, ആമ്പൽ പറഞ്ഞു. ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, നിഷ ഓർമ്മിപ്പിച്ചു. അറിയാം, ചിലപ്പോൾ തോന്നും നാട് വിട്ടാലോ എന്ന്. ആൽത്തറയിലെ പുൽനാമ്പുകൾ കിള്ളിയെറിഞ്ഞുകൊണ്ട് അവൾ ദൂരേക്ക് നോക്കി. അകലെ കാണുന്ന പാടത്ത് ആരൊക്കെയോ പണിക്കിറങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത പറമ്പിലൊരു ചേച്ചി പശുക്കളെ കൊണ്ടുവന്ന് കെട്ടുകയാണ്. എന്നിട്ട് നിഷയുടെ ചോദ്യം കേട്ട് അവൾ തലചരിച്ചു നോക്കി. നാട് വിട്ടിട്ട് എന്താണ് പ്ലാൻ? നിഷ വീണ്ടും എടുത്തു ചോദിച്ചു. അതിനു മറുപടി പറയാതെ ആമ്പൽ നെടുവീർപ്പിട്ടുകൊണ്ട് മുഖം തിരിച്ചു. അറിയില്ല അല്ലേ? ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടുന്നത് ഒരു പരിഹാരമല്ല ആമ്പു. ഫേസ് ഇറ്റ്. എങ്ങനെ? നീ അതുകൂടി പറയേ. എന്തു മുഖത്തോടെ ഞാൻ കല്യാണ മണ്ഡപത്തിൽ നിൽക്കും? സത്യത്തിൽ എല്ലാവരെയും പറ്റിക്കുകയല്ലേ? തുറന്നു പറഞ്ഞാലോ? എന്തു പറയാൻ? നിഷ ചോദിച്ചു. ഞാൻ സൂരജിനെയാണ് സ്നേഹിച്ചിരുന്നതെന്ന്. ബാക്കിയുള്ളവരുടെ എല്ലാം സന്തോഷം ഇന്നലെ ഞാൻ കണ്ടതാണ്. ഒരു പ്രയോജനവുമില്ലാതെ അത് തല്ലിക്കെടുത്തണോ? പിന്നെ എന്തു വേണമെന്നാണ് നീ പറയുന്നത്? നീയും മഹിയും ഇത്രയും നാളും എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അടികൂടും അല്ലേ? പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കാനോ ശല്യപ്പെടുത്താനോ ശ്രമിച്ചാൽ അവരെന്തു ചെയ്യും? നിഷയുടെ ആ ചോദ്യത്തിന് ആമ്പൽ മറുപടി പറഞ്ഞില്ല. നീ ഓർക്കുന്നില്ലേ, നമ്മൾ +1 പഠിച്ചിരുന്നപ്പോൾ അവിടെ +2 ഉണ്ടായിരുന്ന ഒരു റോബർട്ട്? അവൻ നിന്നെ ശല്യപ്പെടുത്തിയപ്പോൾ മഹി എന്താണ് ചെയ്തതെന്ന്? പഴയ ഓർമ്മയിൽ ആമ്പൽ തലകുലുക്കി. 1 മാസമാണ് അന്ന് ആ റോബർട്ടിൻ്റെ കൈ പ്ലാസ്റ്ററിൽ തൂങ്ങിയത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ തല്ലുപിടുത്തം, അതൊക്കെ തൽക്കാലം അങ്ങനെ തന്നെ കിടക്കട്ടെ. ഞാൻ നോക്കിയിട്ട് നിൻ്റെ ഈ സിറ്റുവേഷനിൽ നീ അവനോടൊപ്പം നിൽക്കുന്നതാണ് നല്ലത്. തല്ലുപിടിക്കുമെന്നല്ലാതെ അവൻ നിന്നെ കയറി പിടിക്കാനൊന്നും വരത്തില്ല. മറ്റുള്ളവരിൽ നിന്നും നിനക്കൊരു പ്രശ്നമുണ്ടാകാതെ അവൻ നോക്കുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോട്ടെ. ക്രമേണ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ അപ്പോൾ നോക്കാടി. നിഷ അവളുടെ താടിയിൽ പിടിച്ച് മുഖം തനിക്കു നേരെ തിരിച്ചു. അവളുടെ കടക്കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് കണ്ട് നിഷ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചൊന്ന് ഓമനിച്ചു. എൻ്റെ പൊന്നെ, ഒന്ന് സമാധാനമായിട്ടിരിക്കെ, ഞാനല്ലേ പറയുന്നേ. അതിന് മറുപടി എന്നോണം ആമ്പലൊന്ന് മൂളി. അന്നേരം വീശിയ കാറ്റിൽ ഇളകിയ ആലിലകളും ചിരിച്ചുകൊണ്ടവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും പോലെ തോന്നിച്ചു. താഴെ റോഡിൽ നിന്നും കയറി വരുന്ന ഒരു ബൈക്കിൻ്റെ ശബ്ദമാണ് അവരുടെ ശ്രദ്ധ തിരിച്ചത്. അത് മഹിയല്ലേ? നിഷ ചോദിച്ചത് കേട്ട് ആമ്പൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി. അതെ, മഹി തന്നെ. അവൻ്റെ പിന്നിൽ ആരോ ഉണ്ടല്ലോ. കാറ്റിൽ ഇളകിപ്പറക്കുന്ന ഒരു ഷാളിൻ്റെ തുമ്പുകെട്ടതും ആമ്പലിൻ്റെ പുരികങ്ങൾ ചുളിഞ്ഞു. അവരുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയ ബൈക്കിൻ്റെ പുറകിൽ നിന്നും ചാടി ഇറങ്ങിയ നേത്രയെ കണ്ട് അവളുടെ പുരികങ്ങൾ ഒന്നുകൂടി ചുളുങ്ങി. ആൾത്തറയിലിരിക്കുകയായിരുന്ന അവരെ കണ്ട് ഒന്ന് ചിരിച്ചിട്ട് നേത്ര മഹിക്കു നേരെ തിരിഞ്ഞു. അവൻ ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അതിൽ നിന്നും ഇറങ്ങുകയായിരുന്നു.
ഞാൻ പറഞ്ഞില്ലേ മഹിയേട്ടാ, ഇവരിങ്ങോട്ടായിരിക്കും വന്നതെന്ന്. ഇപ്പോൾ ബെറ്റിൽ ഞാൻ ജയിച്ചേ, വൈകുന്നേരം പറഞ്ഞ ട്രീറ്റ് തരണം. ബൈക്കിൻ്റെ കീ കൈവിരലിലിട്ട് കറക്കിക്കൊണ്ട് അവൻ അവരെയും നോക്കി നിൽക്കുകയാണ്. ആമ്പലിനൊപ്പം കൂടി അവനോട് പലപ്പോഴും തല്ലുപിടിച്ചിട്ടുള്ളതിനാൽ നിഷയ്ക്കും അവനോട് എന്ത് സംസാരിച്ചു തുടങ്ങണം എന്നൊരു സങ്കോചം ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോന്നിട്ടുണ്ടെന്നറിഞ്ഞ് വന്നതാണോ? നേത്രയോടാണ് ചോദിച്ചതെങ്കിലും നിഷയുടെ ഏറ് മഹിയെ ലക്ഷ്യം വെച്ചായിരുന്നു. ഞാൻ ഇന്നലെ ആമ്പു ചേച്ചിയുടെ വീട്ടിലാണ് കിടന്നത്. കാലത്തെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് വന്നപ്പോൾ ചേച്ചി അമ്പലത്തിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങുന്നത് കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരാൾ വീടിന് മുന്നിൽ കിടന്ന് വട്ടം തിരിയുന്നു. ഡീ! മഹി കൈനീട്ടി അവളെ തടയാൻ നോക്കി. അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് നേത്ര തുടർന്നു. അപ്പോൾ ഞാനാ പറഞ്ഞത് നിങ്ങൾ അമ്പലത്തിലേക്ക് പോയ കാര്യം. അത് കേട്ടപ്പോൾ ഇവിടെ ഒരാൾക്കും അമ്പലത്തിൽ പോകണം. പക്ഷേ ഏത് അമ്പലത്തിലേക്കാണ് എന്നൊരു ചെറിയ തർക്കം വന്നു. അതിൽ ഞാനാ ജയിച്ചത്. ഞഞ്ഞായി. അടുത്തിരുന്ന് ഒരുത്തി പിറുപിറുക്കുന്നത് കേട്ടതും നിഷ ചിരി കടിച്ചമർത്തി. നിങ്ങളെന്നാൽ ഇവിടെ ഇരിക്കെ, ഞങ്ങൾ തൊഴുതിട്ട് വേഗം വരാം. നേത്ര അവരോട് പറഞ്ഞിട്ട് മഹിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വാ മഹിയേട്ടാ. അല്ലടി ഞാൻ. അവൻ നിന്ന് താളം ചവിട്ടുന്നത് കണ്ടതും നിഷ തോളുകൊണ്ട് ആമ്പലിനെ ഒന്ന് തട്ടി. ഇങ്ങ് വാ മഹിയേട്ട, തൊഴുതിട്ട് വേഗം വരാന്നേ. അവൾ ഒന്നുകൂടി ബലം പിടിച്ചതോടെ അവരെ ഒന്ന് നോക്കിയിട്ട് അവൻ അവൾക്കൊപ്പം അമ്പലത്തിനകത്തേക്ക് നടന്നു. അവളുടെ ഒരു മഹിയേട്ടൻ. അവർ പോയ വഴിയെ നോക്കി പറയുന്ന ആമ്പലിൻ്റെ മുന്നിലേക്ക് നിഷ കൈനീട്ടി ഞൊടിച്ചു. ഹലോ, ഇവിടെ മക്കൾ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ആമ്പൽ തിരിഞ്ഞ് അവളെ നോക്കി ചോദിച്ചു. എന്താ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്താ പറ്റിയത് നിനക്ക്? അവളെ മഹിക്കൊപ്പം കണ്ടപ്പോൾ സഹിക്കുന്നില്ലേ? പിന്നെ അവൾ അവൻ്റെ ഒപ്പം കണ്ടെന്ന് വെച്ച് എനിക്കെന്ത് കോപ്പാ? അവൾ പണ്ടേ അവൻ്റെ ഒരു വാല. ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടായാലും അവൾ അവൻ്റെ സൈഡേ നിൽക്കൂ. പക്ഷേ വിനയേട്ടൻ അങ്ങനെയല്ല, എപ്പോഴും എൻ്റെ സൈഡാ. ആണോ? ഞാൻ കരുതിയേ നിനക്ക് അസൂഷയാണെന്ന്. ആമ്പലിനെ കളിയാക്കും പോലെ നിഷ ചുണ്ടുകൾ വക്രിച്ചു പിടിച്ചു. അസൂയ എൻ്റെ പട്ടിക്കാണ്. നീ വരുന്നുണ്ടോ? ചോദ്യത്തോടൊപ്പം അവൾ ആൾത്തറയിൽ നിന്നും ചാടിയിറങ്ങി. അവിടെ നിൽക്കുമോളെ, അവനൊന്നിങ്ങ് വന്നോട്ടെ. അത്ര നേരം നമുക്കിവിടെ നിന്ന് കാറ്റുകൊള്ളാം. എന്നാലേ നീ അവിടെ നിന്ന് ആവശ്യത്തിന് കാറ്റ് കൊള്ളിച്ചിട്ട് വന്നാൽ മതി. സ്കൂട്ടിയിലേക്ക് കയറിയിരുന്ന ആമ്പൽ അത് സ്റ്റാർട്ട് ചെയ്തു. ഡീ പോത്തെ, പോകല്ലേ, ഞാനുമുണ്ട്. ആമ്പൽ വണ്ടി ഒന്ന് അനക്കിയതും നിഷ ഓടിച്ചെന്ന് പുറകിലേക്ക് കയറി. അമ്പലത്തിൻ്റെ നടയിലേക്ക് ചെന്ന മഹി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വണ്ടി താഴേക്ക് ഇറങ്ങിയിരുന്നു. വീശുന്ന കാറ്റിൽ ഇളകിക്കളിക്കുന്ന മുടിയിഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് ആമ്പൽ സ്കൂട്ടി റോഡിലേക്ക് തിരിച്ചു തുടരും. കഥയുടെ ബാക്കി ഭാഗങ്ങൾ അറിയുവാനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.